എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. 2026 IPL ചരിത്രത്തിൽ ഇന്നലത്തെ ദിവസം കേവലം സുവർണ ലിപികളിലല്ല, മറിച്ച് വജ്രത്തിന്റെ കണ്ണഞ്ചിക്കുന്ന തിളക്കത്തിലാകും എഴുതി ചേർക്കപ്പെടുക. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസിന്റെ ഉടമയായ നിത അംബാനി ഇന്ന് ചെയ്ത ഹൃദയം കവരുന്ന ആ പ്രവൃത്തി ലോകമെമ്പാടുമുള്ള കായികപ്രേമികളെയും ക്രിക്കറ്റ് ലോകത്തെയും ഒന്നടങ്കം അമ്പരപ്പിച്ചിരിക്കുകയാണ്. ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ അവരുടെ സ്വന്തം തട്ടകത്തിൽ വെച്ച് മുംബൈയിലെ സിംഹങ്ങൾ നേടിയ 99 റൺസിന്റെ ആ ഗംഭീരവും ചരിത്രപരവുമായ വിജയത്തിനു ശേഷം ഗ്രൗണ്ടിൽ ആവേശാഗ്നി പടർത്തിയ അവർ ഡ്രസ്സിംഗ് റൂമിലെത്തിയപ്പോൾ നടന്നത് ആരും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. ടീമിനെ വീണ്ടും ഒന്നാം സ്ഥാനത്തെത്തിച്ചതിലുള്ള ആഹ്ലാദസൂചകമായി ഗാലറിയിൽ നിന്ന് നേരിട്ട് ഡ്രസ്സിംഗ് റൂമിലേക്കെത്തിയ നിത അംബാനിയുടെ ആ ഒരൊറ്റ പ്രഖ്യാപനം തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അതുപോലെ പുത്തൻ താരോദയം അശ്വിനി കുമാർ എന്നിവരുടെ തലവര തന്നെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിമറിച്ചു. ഡ്രസ്സിംഗ് റൂമിൽ വിജയം ആഘോഷിക്കുന്നതിനിടയിൽ മൈക്ക് കയ്യിലെടുത്ത് അവർ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ആ മുറിയിൽ ആകെ കനത്ത നിശബ്ദത തളം കെട്ടിനിന്നു. വികാരാധീനയായ അവർ ആദ്യം നോക്കിയത് തിലക് വർമ്മയുടെ നേർക്കായിരുന്നു. വെറുമൊരു സെഞ്ചുറി എന്നതിലുപരി പുറത്താകാതെ നേടിയ ആ 101 റൺസ് മുംബൈ ഇന്ത്യൻസിന്റെ പോരാത്ത വീര്യത്തിന്റെ പ്രതീകമാണെന്നും തന്റെ മാൻ ഓഫ് ദി മാച്ച് അവാർഡ് രോഹിത് ശർമ്മയ്ക്ക് സമർപ്പിച്ചതിലൂടെ തിലക് തന്റെ ഹൃദയം കീഴടക്കിയെന്നും അവർ പറഞ്ഞു. ഒരു ടീം ഉടമ എന്ന നിലയിലല്ല, മറിച്ചൊരു അമ്മ എന്ന നിലയിൽ തിലകിന്റെ ഈ അർപ്പണബോധത്തിനും മികച്ച പ്രകടനത്തിനും 10 കോടി രൂപയുടെ പ്രത്യേക ഗോൾഡൻ ബോണസും ഒപ്പം മുംബൈയിലെ കടലിനഭിമുഖമായുള്ള ഒരു അതിമനോഹരമായ ആഡംബര അപ്പാർട്ട്മെന്റുമാണ് അവർ സമ്മാനമായി പ്രഖ്യാപിച്ചത്. തിലക് ഈ ടീമിന്റെ ഭാവിയാണെന്നും ഈ അംഗീകാരത്തിന് അവൻ പൂർണ്ണമായും അർഹനാണെന്നും അവർ പറഞ്ഞപ്പോൾ ഡ്രസ്സിംഗ് റൂം ഒന്നാകെ കയ്യടികളാൽ മുഖരിതമായി. എന്നാൽ ആ വലിയ മനസ്സിന്റെ സ്നേഹപ്രവാഹം അവിടെ അവസാനിച്ചില്ല. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെയും ലോക 1-ാം നമ്പർ ബൗളർ ജസ്പ്രീത് ബുംറയെയും നോക്കി തികഞ്ഞ അഭിമാനത്തോടെ അവർ പറഞ്ഞു, ഹാർദിക്, അങ്ങേയറ്റത്തെ പക്വതയോടെയും ക്ഷമയോടെയും ചിതറിപ്പോകുമായിരുന്ന ഈ ടീമിനെ നിന്റെ തന്ത്രപരമായ ക്യാപ്റ്റൻസിയിലൂടെ ഒറ്റക്കെട്ടായി നിലനിർത്തിയതിന് ഞാൻ വ്യക്തിപരമായി നന്ദി പറയുന്നു. അതുപോലെ ബുംറ, തുടക്കത്തിൽ തന്നെ ഗുജറാത്തിന്റെ ബാറ്റിംഗ് നട്ടെല്ലൊടിച്ച് അവർക്ക് തിരിച്ചുവരാൻ യാതൊരവസരവും നൽകാതിരുന്ന ആ മാരക യോർക്കർ സ്പെൽ ഞങ്ങൾക്കൊരിക്കലും മറക്കാനാവില്ല. മുംബൈ ഇന്ത്യൻസ് എന്ന വലിയ സാമ്രാജ്യത്തിന്റെ ഭാരം ചുമക്കുന്ന ഏറ്റവും ശക്തമായ 2 തൂണുകളായ ഇവർക്ക് മാനേജ്മെന്റിന്റെയും അംബാനി കുടുംബത്തിന്റെയും വകയായി അവരുടെ കഠിനാധ്വാനത്തിനുള്ള ആദരവായി 7 കോടി രൂപ വീതം പ്രത്യേക ക്യാഷ് ബോണസും ഒപ്പം കുടുംബസമേതം ഈ ചരിത്രവിജയം ആഘോഷിക്കാൻ ലോകത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള ഒരു ലക്ഷറി വേൾഡ് ടൂർ പാക്കേജും നിത അംബാനി വാഗ്ദാനം ചെയ്തു. ഇതെല്ലാം കേട്ട് ഹാർദിക്കും ബുംറയും നന്ദിപൂർവ്വം തലകുനിച്ചപ്പോൾ അടുത്ത ഊഴം ആ യുവതാരത്തിന്റേതായിരുന്നു. തന്റെ തീപ്പൊരി പന്തുകളിലൂടെ 4 വിക്കറ്റുകൾ വീഴ്ത്തി ഗുജറാത്തിന്റെ മധ്യനിരയെ ഉണങ്ങിയ കരിയില പോലെ പറത്തിയ പുതിയ സെൻസേഷൻ അശ്വിനി കുമാർ. ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് വന്ന് ഈ വലിയ വേദിയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ആ യുവാവ് അപ്പോൾ വല്ലാതെ വികാരാധീനനായിരുന്നു. ഒരമ്മയെപ്പോലെ അവന്റെ തോളിൽ സ്നേഹത്തോടെ കൈവച്ചുകൊണ്ട് നിത അംബാനി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു, അശ്വിനി, യഥാർത്ഥ പ്രതിഭയ്ക്കും കഠിനാധ്വാനത്തിനും വലിയ നഗരങ്ങളുടെയോ മേൽവിലാസങ്ങളുടെയോ ആവശ്യമില്ലെന്ന് ലോകോത്തര ബാറ്റർമാർക്ക് മുന്നിൽ ഭയമില്ലാതെ പന്തെറിഞ്ഞുകൊണ്ട് നീ ഇന്ന് ലോകത്തിന് കാണിച്ചു തന്നു. ഇന്നു മുതൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഭാവിയെക്കുറിച്ചോ സൗകര്യങ്ങളെക്കുറിച്ചോ ഓർത്ത് വ്യാകുലപ്പെടേണ്ടി വരില്ല. മുംബൈ ഇന്ത്യൻസ് നിന്റെ ടീം മാത്രമല്ല, നിന്റെ കുടുംബം കൂടിയാണ്. ഞങ്ങൾ പാറ പോലെ നിനക്കൊപ്പം നിൽക്കും. ഈ ഹൃദയസ്പർശിയായ വാക്കുകൾക്കൊപ്പം അവന്റെ ത്യാഗങ്ങൾക്കും പോരാട്ട വീര്യത്തിനുമുള്ള അംഗീകാരമായി 10 കോടി രൂപയുടെ സമ്മാനവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇഷ്ടമുള്ള സ്ഥലത്ത് ഒരു ആഡംബര വില്ലയുമാണ് അവർ പ്രഖ്യാപിച്ചത്. ഇത് കേട്ടതും സന്തോഷം സഹിക്കാനാവാതെ ആ യുവാവിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൃതജ്ഞതയോടെ അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. വെറുമൊരു മത്സരം വിജയിച്ചതിന്റെ സന്തോഷമായിരുന്നില്ല അത്, മറിച്ച് സ്വന്തം കഴിവ് മാത്രം കൈമുതലാക്കി വന്ന ഒരു സാധാരണക്കാരന്റെ അസാധാരണമായ സ്വപ്നസാക്ഷാത്കാരവും കൂടിയായിരുന്നു. അവിടെയുണ്ടായിരുന്ന ഓരോ കളിക്കാരന്റെയും കണ്ണുകൾ ആ രംഗം കണ്ട് ഈറനണിഞ്ഞു. ടീമിന്റെ വഴികാട്ടിയും മുൻ ക്യാപ്റ്റനുമായ രോഹിത് ശർമ്മയ്ക്കും അവിടെ വിശേഷമായ ആദരവ് ലഭിച്ചതോടെ ആ ഡ്രസ്സിംഗ് റൂമിലെ അന്തരീക്ഷം കൂടുതൽ ഗാംഭീര്യമുള്ളതായി. പരസ്പര ബഹുമാനത്തോടെ ഒത്തൊരുമിച്ചു നിന്നാൽ ലോകത്തൊരു ശക്തിക്കും മുംബൈയെ തോൽപ്പിക്കാനാവില്ല എന്ന സത്യം അവരെല്ലാവരെയും ഓർമ്മിപ്പിച്ചു.
യാഥാർത്ഥ്യത്തിൽ ഇന്നത്തെ ഈ സുവർണ രാത്രിയിൽ അഹമ്മദാബാദിലെ മൈതാനത്ത് വിജയിച്ചത് വെറും റണ്ണുകളോ വിക്കറ്റുകളോ അല്ല, മറിച്ച് നിത അംബാനി തന്റെ കഠിനാധ്വാനവും നിസ്വാർത്ഥമായ സ്നേഹവും അചഞ്ചലമായ വിശ്വാസവും നൽകി വളർത്തിയെടുത്ത വലിയ സ്വപ്നങ്ങളാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.